ജീവിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? വാടകയ്ക്ക് ഒരു മരണാനന്തര ചടങ്ങ് ചെയ്താലോ? സ്നേഹിച്ചയാളെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ലേ? വാടകയ്ക്ക് ഒരു ചെക്കനെ വെച്ച് ഫേക്ക് മാരേജ് ചെയ്താലോ? സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വാടകയ്ക്കൊരച്ഛൻ. ഒറ്റപ്പെട്ട നിമിഷത്തിൽ വീഡിയോ ഗെയിം കളിച്ച് ആശ്വസിപ്പിക്കാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഒറ്റപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഫിലിപ്പ് അന്ന് തീരുമാനിക്കുന്നത്. തന്റെ 40-ാം വയസ്സിൽ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളൊക്കെയും പാളിപ്പോയി എന്ന നഗ്നസത്യം ഫിലിപ്പ് മനസ്സിലാക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു സിനിമാ നടനാകണം എന്ന കടുത്ത ആഗ്രഹവുമായി അയാൾ ഓരോ ഓഡിഷനിലേക്കും കയറി ചെല്ലുന്നു. പക്ഷേ എന്നുമുള്ള തന്റെ യാന്ത്രികമായ ജീവിത ചുറ്റുപാടുകളിൽ അയാൾ വീണ്ടും വീണ്ടും ഒറ്റപ്പെടുകയാണുണ്ടായത്. എന്നും രാത്രി തന്റെ ബാൽക്കണിയിൽ നിന്നും അപ്പുറത്തെ 4 റൂമുകളിലെ ജനാലകളിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് കാണാൻ കഴിഞ്ഞത് യൗവനവും കല്യാണ വഴക്കുകളും മക്കളെ താലോലിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെയും ജരാതന ബാധിച്ച മുതിർന്നവരെയുമാണ്. ജപ്പാനിലെ അടഞ്ഞ പരവതാനിക്കുള്ളിലേക്ക് നോക്കി 60 കഴിഞ്ഞ തന്റെ സുഹൃത്ത് കൈകൊട്ടിക്കൊണ്ട് ഇത്ര ഭക്തിയാദരവോടുകൂടി ആരെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഫിലിപ്പ് ചോദിക്കുന്നു. അതിന് 60 കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മറുപടി വൈ ഡോണ്ട് യു ലുക്ക് ഫോർ യുവർ സെൽഫ് എന്നായിരുന്നു. ജീവിതത്തിലെ മനുഷ്യവികാരങ്ങളുടെ പൊള്ളയായ സത്യം മനസ്സിലാക്കിയ ഫിലിപ്പ് അവസാനമായി ആ അമ്പലത്തിലെ പരവതാനിക്ക് മുന്നിൽ ചെന്ന് നിന്ന് നോക്കുമ്പോൾ ദൈവം ആര് എന്ന പരമമായ സത്യം അയാൾ മനസ്സിലാക്കുന്നു. 2026 തുടക്കത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന്, റെന്റൽ ഫാമിലി.